നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ആറന്മുളം വള്ളസദ്യ കഴിക്കാനായി മുൻകൂർ ബുക്ക് ചെയ്ത ആളുകൾക്ക് തിരിച്ചടി. പണമടച്ച് ഞായറാഴ്ചകളിൽ വള്ളസദ്യ കഴിക്കാൻ മുൻകൂർ ബുക്ക് ചെയ്തവർക്കാണ് നിരാശ ഉണ്ടായിരിക്കുന്നത്. ആറന്മുള ക്ഷേത്രത്തിൽ ഞായറാഴ്ചകളിൽ തീരുമാനിച്ചിരുന്ന പെയ്ഡ് വള്ളസദ്യ നടത്തിപ്പിൽ നിന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിന്മാറി. പള്ളിയോട് സേവാ സംഘത്തിന്റെ എതിർപ്പിന് പിന്നാലെയാണിത്. ഇതോടെ നാളെ നടത്താനിരുന്ന വള്ളസദ്യ റദ്ദാക്കിയിട്ടുണ്ട്. 250 രൂപ നൽകി ബുക്ക് ചെയ്തവർക്ക് പണം തിരികെ നൽകുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ആദ്യം പെയ്ഡ് വള്ളസദ്യ ക്ഷേത്രത്തിനുള്ളിൽ നടത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നത്. തുടർന്ന് അത് നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പള്ളിയോട് സേവാ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഹൈന്ദവ സംഘടനയുടെ ഭാഗത്തു നിന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു. ക്ഷേത്രത്തിനുള്ളിൽ വള്ളസദ്യ നടത്തുകയാണെങ്കിൽ പള്ളിയോടത്തെ എതിരേറ്റുകൊണ്ടുവന്ന് അവിടുത്തെ വഴിപാട് ക്രമങ്ങളും ആചാരങ്ങളും പാലിച്ചു വേണം നടത്തേണ്ടത് എന്നായിരുന്നു പള്ളിയോട് സേവാ സംഘത്തിന്റെ ആവശ്യം. ക്ഷേത്രവളപ്പിന് പുറത്താണെങ്കിൽ പെയ്ഡ് വള്ളസദ്യ നടത്തുന്നതിൽ എതിർപ്പില്ല. ക്ഷേത്രത്തിനുള്ളിലാണെങ്കിൽ കൃത്യമായ ആചാരങ്ങളും വഴിപാട് ക്രമങ്ങളും അനുസരിക്കണമെന്ന വാദങ്ങൾ ഉയരാൻ തുടങ്ങി. എന്നാൽ കഴിഞ്ഞ ഞായറാഴ്ച ആരംഭിച്ച ക്ഷേത്രത്തിനുള്ളിലെ പെയ്ഡ് വള്ളസദ്യയുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോയിരുന്നു. തുടർന്നാണ് പ്രതിഷേധമുണ്ടായത്. പിന്നീട് ഇതുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് താല്പര്യമില്ല എന്ന് ദേവസ്വം ബോർഡ് അറിയിക്കുകയായിരുന്നു. കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാൻ താല്പര്യമില്ലെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. പിന്നാലെയാണ് പണമടച്ച് മുൻകൂർ ബുക്ക് ചെയ്തുള്ള ഞായറാഴ്ചകളിലെ വള്ളസദ്യ റദ്ദാക്കാൻ തീരുമാനമായത്. നാളെ കൂടി വള്ളസദ്യയുടെ ബുക്കിംഗ് നടത്തിയിരുന്നു. അതിന്റെ പണം ബുക്ക് ചെയ്തവർക്ക് തിരികെ നൽകുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു.